നാരായണായ നമഃ. ഓം നാരായണായ നമഃ. ഓം നാരായണായ നമഃ. ഓം ഓം നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരയേ അമൃതകലശഹസ്തായ സർവാമയ വിനാശനായ ത്രൈലോക്യനാഥായ ശ്രീമഹാവിഷ്ണവേ നമഃ. അസ്മിൻ പരാത്മന്നനുപാത്മകൽപ്പേ ത്വമിത്തമുത്ഥാപിതപത്മയോനിഃ അനന്തഭൂമാമവരോഗരാശിം നിരുന്തി വാതാലയവാസവിഷ്ണോ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനെ നമഃ. ഇന്ന് നമ്മൾ ഗജേന്ദ്രമോക്ഷമാണ് വായിക്കാൻ പോകുന്നത്. 26ാമത്തെ ദശകമാണ്. അതിൽ 1 തൊട്ട് 5 വരെ ശ്ലോകം നമ്മളിന്ന് വായിക്കും. ഇന്ദ്രദ്യുമ്ന പാണ്ഡ്യഗണ്ഡാതിരാജ ത്വദ്ഭക്താത്മാ ചന്ദ്രദ്രൗ കദാചിത് ത്വത്സേവായാം മഗ്നദീഹി ആലുലോകേ നയേവഗസ്ത്യം പ്രാപ്തം ആദിത്യകാമം. ഇന്ദ്രദ്യുമ്നഃ പാണ്ഡ്യഖണ്ഡാതിരാജഃ ത്വദ്ഭക്താത്മാ ചന്ദനദ്രൗ കദാചിത് ത്വത്സേവായാം മഗ്നദീഹി ആലുലോകേ നയേവഗസ്ത്യം പ്രാപ്തം ആദിത്യകാമം. അതായത് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം എന്താണെന്ന് പറയുന്നത് വെച്ചാൽ, പണ്ടൊരിക്കൽ പാണ്ഡ്യദേശാധിപനായ അങ്ങയിൽ ഭക്തിയോടുകൂടിയ, അതായത് നാരായണ ഭട്ടതിരിപ്പാട് ഗുരുവായൂരപ്പൻ്റെ അടുത്ത് തന്നെ ഗുരുവായൂരപ്പനെ പറ്റിയുള്ള മഹാവിഷ്ണുവിൻ്റെ കഥ പറയുകയാണ്. അതാണ് സന്ദർഭം. അപ്പോൾ ഫ്രണ്ടിൽ ഗുരുവായൂരപ്പൻ മറ്റേ നാരായണ ഭട്ടതിരിപ്പാട് പറയുന്നതും കേട്ടുകൊണ്ട് ഇരിക്കുകയാണ് കൊച്ചുകുട്ടികളെ. അപ്പോൾ ആ നാരായണ കൊച്ചുകുട്ടിയുടെ രൂപത്തിൽ ആ ഗുരുവായൂരപ്പനോട് ഗുരുവായൂരപ്പൻ്റെ തന്നെ കഥ പറഞ്ഞു കൊടുക്കുകയാണ് നാരായണ ഭട്ടതിരിപ്പാട്. പണ്ടൊരിക്കൽ പാണ്ഡ്യദേശാധിപനായ അങ്ങയിൽ ഭക്തിയോട് കൂടിയ ഇന്ദ്രദ്യുമ്നൻ മലയപർവ്വതത്തിൽ അങ്ങയുടെ ആരാധനയിൽ മുഴുകിയ മനസ്സോടുകൂടിയവനായിരിക്കവേ അതിഥി സൽക്കാരത്തെ ആഗ്രഹിച്ച് വന്നു ചേർന്നവനായ അഗസ്ത്യ മഹർഷിയെ കണ്ടതേയില്ല. പണ്ടൊരിക്കൽ പാണ്ഡ്യദേശാധിപനായ അങ്ങയിൽ വളരെ ഭക്തിയോടുകൂടിയ ഇന്ദ്രദ്യുമ്നൻ മലയപർവ്വതത്തിൽ അങ്ങയുടെ ആരാധനയിൽ മുഴുകിയ മനസ്സോടുകൂടിയവനായിരിക്കവേ അതിഥി സൽക്കാരത്തെ ആഗ്രഹിച്ചു വന്ന അഗസ്ത്യ വന്നു ചേർന്നവനായ അഗസ്ത്യമുനിയെ കണ്ടതേയില്ല. അപ്പോൾ എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. മുനിമാർ വരുമ്പോൾ നമ്മൾ സ്വീകരിക്കണമല്ലോ. അത് സ്വീകരിക്കാതെ എൻ്റെ ഭക്തിയിൽ മൂழ்കി അങ്ങേരെ മറന്നിരിക്കുകയായിരുന്നു. ആ സമയത്ത് എന്താ നടക്കുന്നത്? കുംഭോദ്ബുധി, 2ാമത്തെ ശ്ലോകം. കുംഭോദ്ബുധി സംപ്രതക്രോധഭാരഃ സ്തബ്ധാത്മാ ത്വം ഹസ്തി ഭൂയം ഭജയിതി സപ്ത്വാ അതയേനം പ്രത്യഗാസായാപിലോഭേ അസ്തീന്ദ്രത്വം ത്വത്സ്മൃതിഭക്തി ധന്യം. കുംഭോദ്ബുധി സംപ്രതക്രോധഭാരഃ സ്തബ്ധാത്മാ തം ഹസ്തി ഭൂയം ഭജേതി സപ്ത്വാം അതയേനം പ്രത്യഗാത് സായാപിലോകേ അസ്തീന്ദ്രത്വം ത്വത്സ്മൃതിഭക്തിധന്യം. കുംഭോദ്ബുധി സംപ്രതക്രോധഭാരഃ സ്തബ്ധാത്മാ ത്വം ഹസ്തി ഭൂയം ഭജേതി സപ്തദൈനം പ്രത്യഗത്സോപി ലേഭേ അസ്തീന്ദ്രത്വം ത്വത്സ്മൃതിഭക്തിധന്യം. കുംഭോദ്ബുധി സംപ്രതക്രോധഭാരഃ സ്തബ്ധാത്മാ ത്വം ഹസ്തി ഭൂയം ഭജയിതി സപ്ത്വാ അതയേനം പ്രത്യഗാത് അസ അഭിലോകേ ഹസ്തീന്ദ്രത്വം ത്വസ്മൃതി വ്യക്തിധന്യം. അപ്പോൾ അഗസ്ത്യ മഹർഷി കോപിഷ്ഠനായി ഗർഭിഷ്ഠനായ നീ ആനയായി തീരട്ടെ എന്നിങ്ങനെ അദ്ദേഹത്തെ ശപിച്ചു മടങ്ങിപ്പോയി. ആ രാജാവാകട്ടെ ഭഗവത് സ്മരണയാൽ വ്യക്തമായ ശ്രേഷ്ഠതയോടുകൂടിയ ഗജേന്ദ്രാവസ്ഥയെ പ്രാപിച്ചു. അപ്പോൾ അഗസ്ത്യ മഹർഷി കോപാവിഷ്ടനായി ഗർഭിഷ്ഠനായ നീ ആനയായി തീരട്ടെ എന്നിങ്ങനെ അദ്ദേഹത്തെ ശപിച്ചു മടങ്ങിപ്പോയി. ആ രാജാവാകട്ടെ ഭഗവത് സ്മരണയാൽ വ്യക്തമായ ശ്രേഷ്ഠതയോടുകൂടിയ ഗജേന്ദ്രാവസ്ഥയെ പ്രാപിച്ചു. 3ാമത്തെ ശ്ലോകം. ദുക്തംബോധേ മധ്യഭാജി ത്രികൂടേ ക്രീഡൻ ശൈലേ യുധൂപ അയംബശാഭിഃ സർവാൻ ജന്തൂൻ അത്യവർത്തിഷ്ഠശക്ത്യാഃ ത്വദ്ഭക്താനാം കുത്ര ന ഉത്കർഷലാഭഃ.
दुग्धोऽम्बोदे मध्यवाजित्रकूटे क्रीडन् शैले यूधवः अयं वशाभिः सर्वान् जन्तून् अत्यवर्तिष्ठशक्त्या त्वद्भक्तानां कुत्र न उत्कर्षलाभः। दुग्ध अम्बोदे मध्यभाजि त्रिकूटे क्रीडन् शैले यूतभः अयं वशाभिः सर्वान् जन्तून् अत्यवर्तिष्ठशक्त्या त्वद्भक्तानां कुत्र न उत्कर्षलाभः। दुग्ध अम्बोदे मध्यभाजि त्रिकूटे क्रीडन् शैले यूतभः अयं वशाभिः सर्वान् जन्तून् अत्यवर्तिष्ठशक्त्या त्वद्भक्तानां कुत्र न उत्कर्षलाभः. മൂന്നാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥമാണ്. ഗജേന്ദ്രമോക്ഷം വായിക്കുകയാണ് നമ്മളിപ്പോൾ. പാലാഴിയുടെ നടുവിലുള്ള ത്രികൂടപർവ്വതത്തിൽ പിടിയാനകളോട് കൂടി കളിച്ചുകൊണ്ട് ഈ കരിവരൻ തൻ്റെ ബലം കൊണ്ട് എല്ലാ ജന്തുക്കളെയും കീഴടക്കി. പാലാഴിയുടെ നടുവിലുള്ള ത്രികൂടപർവ്വതത്തിൽ പിടിയാനകളോട് കളിച്ചുകൊണ്ട് ഈ കരിവരൻ തൻ്റെ ബലം കൊണ്ട് എല്ലാ ജന്തുക്കളെയും കീഴടക്കി. അങ്ങയെ സേവിക്കുന്നവർക്ക് എവിടെയാണ് ശ്രേയസ്സില്ലാതിരിക്കുക? പാലാഴിയുടെ നടുവിലുള്ള ത്രികൂടപർവ്വതത്തിൽ പിടിയാനകളോട് കളിച്ചു കൊണ്ടിരുന്ന ഈ കരിവരൻ തൻ്റെ ബലം കൊണ്ട് എല്ലാ ജന്തുക്കളെയും കീഴടക്കി. അങ്ങയെ സേവിക്കുന്നവർക്ക് എവിടെയാണ് ശ്രേയസ് ലഭിക്കാതിരിക്കുക, ശ്രേയസ് ഇല്ലാതിരിക്കുക? അതായത് കരിവരനല്ലേ, കരിവരൻ അങ്ങയുടെ ഭക്തനായിരുന്നല്ലോ, പിന്നെ അവസാനം ആനയായി മാറി എന്നുള്ളതല്ലേ ഉള്ളൂ. അപ്പോൾ അയാൾക്ക് ഭയങ്കര ശക്തിയൊക്കെ ഉണ്ടായി. അപ്പോൾ അവിടെ കളിച്ചുകൊണ്ട് എല്ലാ ജന്തുക്കളെയും കീഴടക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ കരിവരൻ. 26ാമത്തെ ദശകത്തിൽ 4ാമത്തെ ശ്ലോകം വായിക്കാം. ഗജേന്ദ്രമോക്ഷമാണ്. ശേനസ്തേംനാ ദിവ്യദേശത്വശക്ത്യാ സ്വയം ഖേദാൻ അപ്രജാനൻ കദാചിത് ശൈലപ്രാന്തേ ഘർമതാന്തഃ സരസ്യാം യൂതൈഃ സാർദ്ധം ത്വത്പ്രണൂന്ന അഭിരേമേ. സ്തേനസ്തേംനാം സ്വേനസ്തേംനാം ദിവ്യദേശത്വശക്ത്യാം സ്വയം ഖേതാൻ അപ്രജാനൻ കദാചിത് ശൈലപ്രാന്തേ ഘർമതാന്തഃ സരസ്യാം യൂതൈഃ സാർദ്ധം ത്വത്പ്രണൂന്നഃ അഭിരേമേ. സ്വേനസ്തേംനാം ദിവ്യദേശത്വശക്ത്യാം സ അയം ഖേതാൻ അപ്രജാനൻ കദാചിത് ശൈലപ്രാന്തേ ഘർമതാന്തഃ സരസ്യാം യൂതൈഃ സാർദ്ധം ത്വത്പ്രണൂന്ന അഭിരേമേ. സ്വേനസ്തേംന ദിവ്യദേശത്വശക്ത്യാം സ അയം ഖേദാൻ അപ്രജാനൻ കദാചിത് ശൈലപ്രാന്തേ ഘർമതാന്തഃ സരസ്യാം യൂതൈഃ സാർദ്ധം ത്വത്പ്രണൂന്നഃ അഭിരേമേ. അതിൻ്റെ അർത്ഥം എന്താണ് നമുക്ക് വായിക്കാം. അപ്രകാരമുള്ള ഈ ഗജശ്രേഷ്ഠൻ തൻ്റെ ശക്തി കൊണ്ടും ദിവ്യമായ ആ പ്രദേശത്തിൻ്റെ മഹിമ കൊണ്ടും യാതൊരു ദുഃഖങ്ങളും അറിയാത്തവനായിരിക്കെ ഒരിക്കൽ വേനലിൻ്റെ ചൂടുകൊണ്ട് തളർന്നവനായി മലയോരത്തിലുള്ള തടാകത്തിൽ അങ്ങയാൽ പ്രേരിപ്പിക്കപ്പെട്ടവനായി മറ്റുള്ള ആനകളൊന്നിച്ച് ക്രീഡിച്ചു കൊണ്ടിരുന്നു. അപ്രകാരമുള്ള ഈ ഗജശ്രേഷ്ഠൻ തൻ്റെ ശക്തി കൊണ്ട് ദിവ്യമായ ആ പ്രദേശത്തിൻ്റെ മഹിമ കൊണ്ടും യാതൊരു ദുഃഖങ്ങളും അറിയാത്തവനായി ഇരിക്കെ ഒരിക്കൽ വേനലിൻ്റെ ചൂട് കൊണ്ട് തളർന്നവനായി മലയോരത്തിലുള്ള തടാകത്തിൽ അങ്ങയാൽ പ്രേരിപ്പിക്കപ്പെട്ടവനായി മറ്റുള്ള ആനകളെ ഒന്നിച്ച് ക്രീഡിച്ചു കൊണ്ടിരുന്നു. 5ാമത്തെ ശ്ലോകം വായിക്കാം. ഗജേന്ദ്രമോക്ഷം 26ാമത്തെ ദശകത്തിൽ 5ാമത്തെ ശ്ലോകം. ഹുഹുസ്താവദ്ദേവലസ്യഭിശാപാത് ഗ്രാഹീഭൂതഃ തജ്ജലേ വർത്തമാനഃ ജഗ്രാഹ ഏനം ഹസ്തിനം പാദദേശേ ശാന്ത്യർത്ഥം ഹി ശ്രാന്തിദഃ അസിസുകാനാം. ഹുഹുത്താവദ്ദേവലസ്യഭിശാപാത് ഗ്രാഹീഭൂതഃ തജ്ജലേ വർത്തമാനഃ ജഗ്രാഹ ഏനം ഹസ്തിനം പാദദേശേ ശാന്ത്യർത്ഥം ഹി ശ്രാന്തിദഃ അസിസ്വകാനം. ഹുഹുത്താവദ്ദേവലസ്യാഭിശാപാത് ഗ്രാഹീഭൂതഃ തജ്ജലവർത്തമാനഃ ജലേ വർത്തമാനഃ ജഗ്രാഹ ഏനം ഹസ്തിനം പാദദേശേ
ശാന്ത്യർത്ഥം ഹി ശ്രാന്തിദഃ അസി സ്വകാനം. അതായത് ആ സമയത്ത് അവിടെ എന്താ സംഭവിച്ചത്? ഹൂ ഹൂ താവത് ദേവലസ്യ അഭിശാപാത് ഗ്രാഹീഭൂതഃ തജ്ജലേ വർത്തമാനഃ ജഗ്രാഹ ഏനം ഹസ്തിനം പാദദേശേ ശാന്ത്യർത്ഥം ഹി ശ്രാന്തിദഃ അസി സ്വകാനാം. ഹൂ ഹൂ താവത് ദേവലസ്യ അഭിശാപാത് ഗ്രാഹീഭൂതഃ തജ്ജലേ വർത്തമാനഃ ജഗ്രാഹ ഏനം ഹസ്തിനം പാദദേശേ ശാന്ത്യർത്ഥം ഹി ശ്രാന്തിദഃ അസി സ്വകാനാം. അപ്പോൾ ദേവമഹർഷിയുടെ ശാപം കൊണ്ട് മുതലയായി തീർന്ന് ആ തടാകത്തിൽ പാർപ്പുറപ്പിച്ചിരുന്ന ഹൂഹു എന്ന ഗന്ധർവൻ ഈ ആനയെ കാലിന്മേൽ പിടികൂടി. അപ്പോൾ ദേവമഹർഷിയുടെ ശാപം കൊണ്ട് മുതലയായി തീർന്ന് ആ തടാകത്തിൽ പാർപ്പിച്ചിരുന്ന ഹൂഹു എന്ന ഗന്ധർവൻ ഈ ആനയെ കാലിന്മേൽ പിടികൂടി. നിന്തിരുവടി തൻ്റെ ഭക്തന്മാർക്ക് ദുഃഖശാന്തിക്കായി ക്ലേശത്തെ നൽകുന്നവനാണല്ലോ. ഭക്തനായിട്ടും നീ ക്ലേശം കൊടുക്കുന്നു. തൻ്റെ ഭക്തന്മാർക്ക് ദുഃഖശാന്തിക്കായി നീ എപ്പോഴും ക്ലേശവും കൊടുക്കുമല്ലോ, അതായിരിക്കണം ഇത്. അപ്പോൾ ദേവമഹർഷിയുടെ ശാപം കൊണ്ട് മുതലയായി തീർന്ന് ആ തടാകത്തിൽ പാർപ്പിച്ചിരുന്ന ഹൂഹു എന്ന ഗന്ധർവൻ ഈ ആനയെ കാലിന്മേൽ പിടികൂടി. നിന്തിരുവടി തൻ്റെ ഭക്തന്മാർക്ക് ദുഃഖശാന്തിക്കായി ക്ലേശത്തെ നൽകുന്നവനല്ലേ. അതായത് ഗുരുവായൂരപ്പനടുത്ത് പറയുകയാണ്, ആനയെ മുതല പിടികൂടി. അപ്പോൾ ആനയ്ക്ക് കഷ്ടമാണല്ലോ ഉണ്ടായത്. അപ്പോൾ ഭക്തി വരാൻ വേണ്ടിയിട്ട് നിൻ്റെ ഭക്തന്മാർക്ക് തന്നെ കൂടുതലായിട്ട് ഭക്തി വരാൻ വേണ്ടിയിട്ട് നീ തന്നെ ബുദ്ധിമുട്ട് കൊടുക്കും. അങ്ങനെ ഒരു ബുദ്ധിമുട്ടാണ് ഹൂഹു എന്ന ഗന്ധർവൻ മുതലയായി ഒരു മഹർഷിയുടെ ശാപത്തിൽ ഹൂഹു എന്ന ഗന്ധർവൻ മുതലയായി ആ തടാകത്തിൽ ഇരിക്കുമ്പോൾ ഈ ആന അവിടെ വന്ന് വെള്ളം കുടിക്കാൻ വന്നപ്പോൾ ആനയുടെ കാലിൽ കയറി പിടിച്ചു ആനയെ ബുദ്ധിമുട്ടിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. 5 ശ്ലോകങ്ങൾ ചേർത്ത് വായിക്കാം. ശ്രീമദ് നാരായണീയം 26ാമത്തെ ദശകം ഗജേന്ദ്രമോക്ഷം 5 ശ്ലോകങ്ങൾ ചേർത്ത് വായിക്കാം. ഇന്ദ്രദ്യുമ്ന പാണ്ഡ്യഗണ്ഡാതിരാജ ത്വദ്ഭക്താത്മാ ചന്ദ്രനാദ്രൗ കഥാചിത് ത്വത്സേവായാമഗ്രതി ആലുലോകേ തയേവ അഗസ്ത്യം പ്രാപ്തം ആദിത്യകാമം. ഇന്ദ്രദ്യുമ്ന പാണ്ഡ്യഗണ്ഡാതിരാജ ത്വദ്ഭക്താത്മാ ചന്ദ്രന അദ്രൗ കഥാചിത് ത്വത്സേവായാമഗ്രതി ആലുലോകേ നയേവ അഗസ്ത്യം പ്രാപ്തം ആദിത്യകാമം. കുംഭോദ്ഭൂതി സംപ്രതക്രോധഭാരഃ ശബ്ദാത്മാ ത്വം ഹസ്തി ഭൂയം ഭജേതി ശബ്ദ്വാദയേനം പ്രത്യഗാസാവിലോവേ ഹസ്തീന്ദ്രത്വം ത്വത്സ്മൃതി വ്യക്തിധന്യം. കുംഭോദ്ഭൂതി സംപ്രതഃ ക്രോധഭാരഃ സ്തബ്ധാത്മാ ത്വം ഹസ്തി ഭൂയം ഭജേതി ശബ്ദ്വാ അദയേനം പ്രത്യഗാസാവിലേപേ ഹസ്തീന്ദ്രത്വം ത്വത്സ്മൃതി വ്യക്തിധന്യം. കുംഭോദ്ഭൂതി സംപ്രതക്രോധഭാരഃ സ്തബ്ധാത്മാ ത്വം ഹസ്തി ഭൂയം ഭജേതി ശബ്ദ്വാദയേനം പ്രത്യഗാസാവിലേപേ ഹസ്തീന്ദ്രത്വം ത്വത്സ്മൃതി വ്യക്തിധന്യം. ദുക്തോ അംബോദേ മധ്യഭാജിതൃകൂടേ ദുക്തോംബോദേ മധ്യഭാജിതൃകൂടേ ക്രീഡൻ ശൈലേ യൂതപഃ അയം വശാഭിഃ സർവാൻ ജന്തൂൻ അത്യവർത്തിഷ്ടശക്ത്യാ ത്വദ്ഭക്താനാം കുത്ര ന ഉത്കർഷലാഭഃ. ദുക്തോംബോദേ മധ്യഭാജിതൃകൂടേ ക്രീഡൻ ശൈലേ യൂതപഃ അയം വശാഭിഃ സർവാൻ ജന്തൂൻ അത്യവർത്തിഷ്ടശക്ത്യാ ത്വദ്ഭക്താനാം കുത്ര ന ഉത്കർഷലാഭഃ. സേനസ്തേംനാ ദിവ്യദേശത്വാസക്ത്യാം സ്വയം ഖേതാൻ അപ്രജാനൻ കദാചിത് ശൈലപ്രാന്തേ ഘർമതാന്തഃസരസ്യാം യൂതൈഃ സാർദ്ധം ത്വത്പ്രണോൽന അഭിരേമേ. സ്വേനസ്തേംനാം ദിവ്യദേശത്വശക്ത്യാ സഹയം ഖേതാൻ അപ്രജാനൻ കദാചിത് ശൈലപ്രാന്തേ ഘർമതാന്തഃസരസ്യാം യൂതൈഃ സാർദ്ധം ത്വത്പ്രണോനാഭിരേമേ. 5ാമത്തെ ശ്ലോകം. ഹുഹുത്താവദേവലസ്യാഭിശാപാത് ഗ്രാഹീഭൂതഃ തജ്ജലേ വർത്തമാനഃ ജഗ്രാഹ ഏന ഹസ്തിനം പാദദേശേ ശാന്ത്യർത്ഥം ഹി ശാന്തിദഃ അസി സ്വകാനാം. ഹുഹുത്താവദേവലസ്യാഭിശാപാത് ഗ്രാഹീഭൂതഃ തജ്ജലേ വർത്തമാനഃ ജഗ്രാഹ ഏനം ഹസ്തിനം പാദദേശേ ശാന്ത്യർത്ഥം ഹി ശ്രാന്തിദഃ അസി സ്വകാനാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ.